ഹായ് എല്ലാവർക്കും നമസ്കാരം. എൽസ എക്സ്പ്ലെയിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് APS പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 13th മാർച്ചിലാണ് അപ്ഡേറ്റ് വന്നേക്കുന്നത്. അതായത് നമ്മൾ APS സർട്ടിഫിക്കറ്റ് നമുക്ക് മെയിലായിട്ടാണ് ഇപ്പോൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആ മെയിലിൽ നമുക്കൊരു ഫയൽ നെയിം ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഫയൽ നെയിം നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം എന്നാണ് APS പുതിയതായിട്ട് വന്നേക്കുന്ന അപ്ഡേറ്റ്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഫയൽ റിനെയിം ചെയ്യാൻ പാടില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഫയൽ നമ്മൾ PDF ആയിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ APS സബ്മിറ്റ് ചെയ്യുമ്പോൾ APS സർട്ടിഫിക്കറ്റ് നമ്മൾ യൂണിഅസിസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ പോർട്ടലിലോ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റായി സബ്മിറ്റ് ചെയ്യണം. അതായത് മറ്റൊരു ഡോക്യുമെൻറ്റുമായി മെർജ് ചെയ്യാൻ പാടില്ല. അപ്പം ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഡിലേ ആവാനോ വെരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ അകത്ത് ക്ലാരിറ്റി കുറയാനോ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ അപ്ഡേറ്റ് വന്നേക്കുന്നത്. സോ ഇഫ് യു ആർ അപ്ലോഡിങ് യു ഡോക്യുമെൻറ്റ്സ് കീപ്പ് ഇറ്റ് എസ് സെയിം. ഫോർ എക്സാമ്പിൾ ഞാനൊരു സൈറ്റിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം, എങ്ങനെയാണ് നമുക്ക് വരുന്നത് ആൻഡ് ഹൗ നമ്മൾ അതെങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളതും സ്ക്രീൻഷോട്ടായിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണിക്കാം. സോ അപ്പം ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സോ കീപ്പ് ഇൻ മൈൻഡ് ബിഫോർ സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.